പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, 27ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കും. ഇന്നത്തെ വായനയിൽ കുടുംബജീവിതത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. വിവാഹ ജീവിതത്തിൻ്റെ പരിപാവനതയെക്കുറിച്ചും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തിനെക്കുറിച്ചും ദൈവത്തിൻ്റെ കൃപയും ചൈന്യവും നഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കും. ദൈവം തൻ്റെ സ്വപ്നത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് കുടുംബജീവിതം. അതുകൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം പൂർണ്ണതയുടെ അടയാളമായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി മനുഷ്യന് ആദം എന്ന പേരിട്ടു. അവനിൽ നിന്ന്, അവൻ്റെ വാരിയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നും പറയും. അവരൊന്നായിരിക്കുവാൻ, ഒറ്റ ശരീരമായിരിക്കുവാനായിട്ടാണ് ദൈവം ഇപ്രകാരം അവരെ സൃഷ്ടിച്ചത്. മാംസത്തിൽ നിന്നെടുത്ത മാംസവും അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്നൊക്കെ ഹവ്വയെ നോക്കി ആദം പറയുന്നത് അതുകൊണ്ടാണ് അവരൊറ്റ ശരീരമായിട്ട് മാറുകയും മറ്റാർക്കും അതിൽ പങ്കില്ല എന്ന് നമ്മെ ഇന്നത്തെ 1ാമത്തെ വായനയിൽ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം തന്നെ. ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടത്. ഇന്ന് പ്രത്യേകിച്ചും സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഏതെങ്കിലും കാരണവശാൽ ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കർത്താവ് കൊടുക്കും. കർത്താവ് പറയുന്നു, ഒരു കാരണവശാലും ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളിന്ന് നമ്മുടെ ചുറ്റുപാടുകളിലും വിവാഹബന്ധം വേർപെടുത്തുന്നതിനെക്കുറിച്ചാണ് ധാരാളമായി. എന്നാൽ 90% കൂടുതൽ ദമ്പതികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ. ഏതൊക്കെ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നാലും അവർ മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനിടയിലാണ് ഒരു 10% വിവാഹബന്ധങ്ങൾ വേർപെടുത്തിയ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട്. ഭാര്യ രോഗിയായതുകൊണ്ട്, ഭർത്താവ് മാനസിക രോഗിയായതുകൊണ്ട്, ഭർത്താവിൻ്റെ മദ്യപാനം മൂലം, അല്ലെങ്കിൽ പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, കുടുംബങ്ങൾ തമ്മിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ അധികമായിട്ട് ഇടപെടുന്നത് കൊണ്ട് ഒക്കെ വിവാഹ ജീവിതത്തിൽ വിള്ളലുകളുണ്ടാകും. ഒരു 10% മാത്രം. എന്നാൽ എത്രയോ ജീവിതങ്ങളാണ് തങ്ങളെ ഒന്നാക്കിയത് കൊണ്ട് ഒറ്റ ശരീരമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുന്നത്, ഐക്യത്തിൽ ജീവിക്കുന്നത്, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കും. എനിക്ക് പറയുവാൻ സാധിക്കുന്നത്, വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ കിടപ്പിലായപ്പോൾ, ഭർത്താവിൻ്റെ മരണം വരെ ഏകദേശം 16ഓളം വർഷത്തോളം ഭാര്യ മറ്റൊരു ചിന്തയും കൂടാതെ ഭർത്താവിനെ ശുശ്രൂഷിച്ചൊരു സംഭവം. ഭാര്യ ഭർത്താക്കന്മാരുടെ സമർപ്പണ ജീവിതമാണ് നമുക്കിതിനകത്ത് കാണുവാൻ കഴിയും. തങ്ങളെ ഏൽപ്പിച്ച വ്യക്തിയോടുള്ള കടപ്പാട് മാത്രമല്ല, ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യത്തിലാണ് പലരും തങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നത്. വീഴ്ചകളുണ്ടാകാം, കുറവുകളുണ്ടാകാം. ആ കുറവുകളെ നികത്താനായിട്ടാണ് ഒരു വ്യക്തിക്ക് പങ്കാളിയെ നൽകുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുക, ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയാനുള്ളതല്ല, വേർപിരിക്കുവാനും സാധ്യമല്ല. അതിനകത്ത് മാതാപിതാക്കൾക്കോ മറ്റൊരു ആൾക്കോ പങ്കില്ല, അവരൊറ്റ ശരീരം ആയിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ദിവസത്തിൽ ദമ്പതികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, കൂദാശകളിൽ ഏറ്റവും വലിയ കൂദാശയായിട്ട് വിവാഹത്തെ കാണുന്നത്, മറ്റു കൂദാശകളൊക്കെ പരികർമ്മം ചെയ്യപ്പെടുവാനായിട്ട് അംഗങ്ങൾ ആവശ്യം. മറ്റു കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുവാൻ കുടുംബത്തിലൂടെയാണ് മറ്റുള്ള അംഗങ്ങളെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് കൂദാശകളുടെ കൂദാശ എന്ന് വേണമെങ്കിൽ ഈ കൂദാശയെ വിളിക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വിളി നമുക്ക് ലഭിക്കുന്നത് കുടുംബത്തിലോട്ട്. ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ എങ്ങനെയോ അതുപോലെ ഇരിക്കും മക്കളെന്ന് പറയും. അതുകൊണ്ടാണ്
സ്വർഗം തന്ന ജീവിത പങ്കാളിയെ സമ്മാനമായി നൽകിയ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് കുടുംബജീവിതം. കൊണ്ട് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ദമ്പതികൾക്ക് ദൈവം ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമെന്നുള്ള ബോധ്യം ലഭിക്കുമ്പോഴാണ് ഇപ്രകാരം ചെയ്യുന്നത്. തങ്ങളുടെ ഉറക്കവും ക്ഷീണവും ത്യാഗവും അധ്വാനവും ഒക്കെ ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ചെയ്യും. വിദേശങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10-14 വയസ്സ് കഴിയുമ്പോൾ മക്കൾക്ക് അവരുടെ വഴി, മാതാപിതാക്കൾക്ക് തങ്ങളുടെ വഴി എന്ന രീതിയിലുള്ള ചിന്തകൾ ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മളൊക്കെ 10, 20, 25 വയസ്സായാലും മകനെ തീറ്റിപ്പോറ്റി, അവന് ജോലിയില്ലെങ്കിലും അവന് ഭക്ഷണം കൊടുത്തും അവൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ഒക്കെ ജീവിക്കുന്നൊരു ജീവിതമാണ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുക. അതൊരു ദൈവത്തിൻ്റെ കൃപയാണ്, അനുഗ്രഹമാണ്. ദൈവം തന്ന മക്കളെ അതിൻ്റെ പൂർണ്ണതയിൽ വളർത്തിയെടുക്കുക മാത്രമല്ല, അവർ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ തങ്ങളുടെ കർത്തവ്യങ്ങൾ വിരമിക്കുക. അത് വിവാഹം കഴിഞ്ഞാലും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കുക. ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും തന്ന പങ്കാളിയോടൊത്തു ചേർന്നുകൊണ്ട് ദൈവഹിതം നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതം പൂർണ്ണമായി തീരും. അതുകൊണ്ടാണ് കർത്താവ് തന്ന വ്യക്തികളെ ദൈവത്തിന് സമർപ്പിക്കുന്നവരെ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നത്. മഹത്വത്തിലേക്ക് നയിക്കാനായിട്ടാണ്. ഓരോ വ്യക്തിയും ദൈവിക മഹത്വത്തിലേക്ക്, പൗലോസ്ലീഹ പറയുന്നതാണ്, ദൈവിക മഹത്വത്തിലേക്ക് ഓരോ വ്യക്തിയും നയിക്കുവാൻ അത് കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമേ സാധിക്കൂ, മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കൂടുതൽ ആഴമായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് അൾത്താരയുടെ മുമ്പിൽ വെച്ച് മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള വാഗ്ദാനം അവർ ഏറ്റെടുക്കുമ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണെന്ന ബോധ്യം അവർക്കുണ്ടാകും. ഈ ബോധ്യം ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടത്തുകയല്ല വേണ്ടത്. ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇടിപിടി എന്ന കല്യാണം നടത്തി ഒരു കർത്തവ്യം നിറവേറ്റുകയല്ല. ഒരുക്കത്തോടുകൂടി, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മരണം വരെയുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുക്കുന്നതെന്നുള്ള ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള മാതാപിതാക്കളൊക്കെ ഇത്രയും നാളെ തങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചും ജീവിതം സമർപ്പിച്ചും ത്യാഗങ്ങൾ അനുഭവിച്ചും രോഗത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടും പരസ്പരം അംഗീകരിച്ചുകൊണ്ടും പരസ്പരം വേദനകൾ സഹിച്ചുകൊണ്ടും ഒക്കെ മക്കളെ വളർത്തിക്കൊണ്ട ഈ കുടുംബജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റും. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിന് നൽകിയതിന് നന്ദി പറയാം. നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയാം. ജീവിത പങ്കാളിക്ക് നന്ദി പറയാം. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട ഒരു കുടുംബം ഒരു ശരീരമാണെന്ന് ബോധ്യം ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.